നെഞ്ചിയമ്മയുടെ പൂക്കൃഷി ചീരകൃഷിയൊക്കെയാണ്. അതെ, വന്നതും നെഞ്ചിയമ്മനെ കണ്ടതും ഒക്കെ നമ്മളൊരു ഭാഗ്യം തന്നെ. പിന്നെ ഒരുപാട് കാണാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. കാരണം ഒരുപാട് തിരക്ക്. അവിടുന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ചിലപ്പോ നെഞ്ചിയമ്മ ഡൽഹിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോവില്ല, അപ്പൊ അങ്ങനെ പോയി എന്നെ പേറ്റ് കൊടുത്തിട്ടാണ്. അങ്ങനെ വരും മക്കൾക്ക് നമ്മള് ഒരു രാജ്യത്തിന് പോയി വന്ന് വീടിന് അവർ നോക്കി പോകും, പേറ്റ് കൊടുക്കും. ഇന്ന് ഞാൻ ഇല്ല, എന്റെ രാജ്യത്തിന് ഞാനില്ല, ഞാൻ പുറത്തേക്കാണ് എന്ന് പേറ്റ് കൊടുത്തിട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ടേ പോവുള്ളൂ അല്ലേ? ഞാൻ പോവില്ല. മക്കള് വന്നുകൊണ്ട് ഇവിടെ അലമോതും, അതുകൊണ്ടിട്ടാണ് ഞാൻ പേറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ പുറത്തേക്ക് പോകും. ഇനി അടുത്ത മാസത്തിൽ ബുക്കിംഗ് ചെയ്ത് കിടക്കുന്ന കുറേ പരിപാടി, കുറെ ബുക്കിംഗ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ദിവസം ഇപ്പൊ ഈ മഴ കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കണത്. 2-3 ദിവസമാണ് മഴയില്ലേ. എന്തായാലും ഞങ്ങൾ വന്ന് കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. ഒരുപാട് സന്തോഷം. ജനങ്ങൾ വന്നുകൊണ്ട് അയ്യോ എന്താ ചിരി മറയോ. അവർ ഇനി വന്നാൽ സന്തോഷമായിട്ട് കണ്ടിട്ട് പോകട്ടെ. എനിക്ക് എന്റെ മകൻ പോലെയാണ്. നിങ്ങളെല്ലാ നാട് മക്കളും മൊത്തം എന്റെ കുട്ടി പോലെയാണ്. എന്റെ ചെക്കൻ എങ്ങനെ ഞാൻ സന്തോഷപ്പെടുത്തുന്നു അതുപോലെ എല്ലാ രാജ്യ മക്കൾക്കും അതാണ് എന്നെ മക്കള് തേടി വരുന്നത്. അപ്പൊ നെഞ്ചമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഉണ്ടാകും. ഞാൻ എവിടെയെങ്കിലും ഇരുന്നാലും ആ മനസ്സിനെ നിലച്ചമായി നിങ്ങൾക്ക് അതിനുണ്ടാവും. അതാണ് എന്റെ സന്തോഷം. ഓർ മക്കളിനെ വിടില്ല കേട്ടോ. നിങ്ങൾ ഏത് തന്നെ ഞാൻ കളിച്ചിട്ട് വരുന്ന ഒരാളാണ്. അല്ല ആശ്രമത്തിന് പോയാ കുറെ ആളുകൾ ഇങ്ങനെ വലിയതായി വരുന്നവർ കളിക്കില്ല. ഞാൻ ആശ്രമത്തിന് പോയാ പാവപ്പെട്ട ആശ്രമത്തിന് ഉള്ളിലേക്ക് അവരെ നോക്കിയിട്ട് അവരുടെ അടുത്തിരുന്ന് കുറേ നേരം പാട്ട് പാടി അവർക്ക് സന്തോഷം കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും? 10 റുപ്യ ഇരുന്നാലും അതിന് 1000 റുപ്യ നിങ്ങൾ സോപ്പ് എണ്ണ വാങ്ങിപ്പോയി കുട്ടികളിൽ കൊടുത്തിട്ട് വരുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആശ്രമത്തിന് എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആശ്രമത്തിന് പോയാൽ പുറത്തേക്ക് ഇറങ്ങില്ല. പെട്ടെന്ന് അവരെ വിട്ടിട്ട് ഞാൻ ഇറങ്ങില്ല. അവർ കുറേ നേരം ഇരുന്ന് പാട്ട് പാടി അവർ ചിരിക്കം വെച്ച് ആണ് ഞാൻ ഇറങ്ങി വരണം. അപ്പാണ് അവർക്ക് ഒരു സന്തോഷം കിട്ടും. പോയി അപ്പം തന്നെ ഇറങ്ങി വന്ന് അവരെല്ലാം മൊത്തം കരയും. അതുകൊണ്ട് ഞാൻ